സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നമ്മൾ സാധാരണ പല വീഡിയോകളിലും കാണാറുണ്ട്, സോളാർ വെച്ചിട്ട് 8ൻ്റെ പണി കിട്ടി, അല്ലെങ്കിൽ അതേപോലുള്ള പല പരാമർശങ്ങളും കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാധാരണ വിചാരിക്കും സോളാർ പവർ പ്ലാന്റിൻ്റെ കുഴപ്പമാണെന്ന് ആൾ വിചാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്, അല്ലെങ്കിൽ സോളാർ വെച്ചിട്ട് ആൾക്ക് പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും പാളിച്ചകളുണ്ടെങ്കിൽ ഇതേപോലുള്ള പരാജയങ്ങൾ, അല്ലെങ്കിൽ സോളാർ നന്നായിട്ട് പ്രവർത്തിക്കില്ല. നമ്മൾ ഇന്നും നോക്കുന്നത് 8 കാര്യങ്ങളാണ്. സാധാരണ ആളുകൾക്ക് സോളാർ വെച്ച് പരാജയപ്പെടുന്ന രീതിയുടെ 8 കാരണങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, സാധാരണഗതിയിൽ ആളുകൾ ഒരു 150 ബാറ്ററി വെച്ചിട്ട് ഒരു 300 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 500 വാട്ട്സൊക്കെ ലോഡ് കണക്ട് ചെയ്യും. ഈ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 2 വർഷം കഴിഞ്ഞ് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. ഇതെന്തുകൊണ്ടാണ്? കാരണം ഒരു 150 C10 ബാറ്ററിക്ക് 180 വാട്ട്സാണ് ശരാശരി സേഫസ്റ്റായിട്ട് അതിൽ നിന്ന് ലോഡ് ചെയ്യാവുന്നതെന്ന് കമ്പനി പറയുന്നത്. അതിന് പകരം ഈ 500 വാട്ട്സ് കണക്ട് ചെയ്യുമ്പോൾ അത് കംപ്ലൈൻ്റ് ആകുന്നു. ഇതിന് പരിഹാരം എന്താണുള്ളത്? നമുക്ക് കൂടിയ സമയം കൊണ്ട് ഉപയോഗിക്കുക. അതായത് കൂടുതൽ വാട്ട്സ് കുറച്ച് സമയം കൊണ്ട് ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ സമയം 20 മണിക്കൂറോ 24 മണിക്കൂറോ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന രീതി ചെയ്യുക. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇനി ഒരു 150 ബാറ്ററിയും അതുപോലെ ഒരു 300 വാട്ട്സ് പാനലും വെക്കും. എന്നിട്ട് അവർ പറയും മഴക്കാലം ആകുമ്പം കിട്ടില്ലെന്ന് പറയും. ഈ മഴക്കാലത്ത് വേനൽക്കാലത്തിനേക്കാളും പകുതി വൈദ്യുതിയെ സോളാർ പാനലിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 150 ബാറ്ററിക്ക് മഴക്കാലത്തും കിട്ടണമെങ്കിൽ ഒരു 450 വാട്ട്സെങ്കിലും പാനൽ വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണത് പരിഹരിക്കുന്നത്. അതും ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. മൂന്നാമത്തെ സംഗതി, ഒരു 4-5 വർഷം കഴിഞ്ഞ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മൈക്രോ ക്രാക്കിംഗ് വന്ന് പാനലിൻ്റെ എഫിഷ്യൻസി, അതിൽ നിന്നുള്ള സോളാർ വൈദ്യുതി ഒരു 30% 50% കുറയുന്നതായിട്ട് പലയിടത്തും കണ്ടുവരുന്നുണ്ട്. ഇത് ഉണ്ടാകുന്ന കുഴപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ മിസ് ഹാൻഡ്ലിങ് കൊണ്ടാണ്. അതായത് ഒരു പാനൽ എങ്ങനെ പിടിക്കണം, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ഏതെല്ലാം രീതിയിലാണ് വെക്കേണ്ടതെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം തെറ്റിക്കുമ്പോഴാണ് ഈ പാനലിൽ മൈക്രോ ക്രാക്കിംഗ് വരുന്നത്. ഇത് ഒഴിവാക്കാൻ തക്കവണ്ണം നിങ്ങളൊരു ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഡീലറോട് ചോദിക്കുക, ഈ മൈക്രോ ക്രാക്കിംഗ് എന്താണ്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പോൾ കസ്റ്റമർക്ക് ഇതിന് സോളാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ അവർ മൈക്രോ ക്രാക്കിംഗ് വരാതെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് ശ്രമിക്കും. ഇനി ഓൺഗ്രിഡ് ഇൻവെർട്ടർ ഇടയ്ക്കിടെ ഓഫായി പോകുന്നു. ഇത് കൂടുതൽ സംഭവിക്കുന്നത് ട്രാൻസ്ഫോമറിനടുത്തുള്ള വീടുകൾക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്ന് ടാപ്പ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലോഡ് ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ടൊക്കെ ഇത് പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു സോളാറിന് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലെ വോൾട്ടേജ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഓൺഗ്രിഡ് സോളാർ വെക്കുന്നതായിരിക്കും ഉചിതമായിരിക്കുന്ന സംഗതി. അഞ്ചാമത്തെ സംഗതി, ഓൺഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ MOV ഫെയിലായി പോകുന്നത് പലയിടത്തും കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ അറേ ജംഗ്ഷൻ ബോക്സിൽ SPD വെക്കും. ഈ SPD വാല്യൂ അതിലെ ഇൻവെർട്ടറിൻ്റെ MOVയുടെ വാല്യൂവിനേക്കാൾ കൂടിയിരുന്നാൽ അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അതേപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ SPD ആണെങ്കിലും ഇതേപോലെ സംഭവിക്കും. അപ്പോൾ അതും ഇൻസ്റ്റലേഷനിൽ വരുന്ന പാളിച്ചയാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. ആറാമത്തെ സംഗതി, സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടും പലരും പറയും കറണ്ട് ബില്ല് കുറയുന്നില്ല, ഓഫ് ഗ്രിഡ് സിസ്റ്റമൊക്കെ. ഇതിനൊരു പ്രധാന കാരണം ഈ പാനലിൽ ഷാഡോ വീഴുന്നതാണ്. ഒരു പാനലിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വീഴുന്നതോ അതിലെ ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, 5-6 പാനൽ വെച്ചിരിക്കുന്നെങ്കിൽ ആ മൊത്തം പാനലിൻ്റെ എഫിഷ്യൻസി പോകും. അതുകൊണ്ട് പാനലിൽ ഷാഡോ വീഴാതെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഒരു 9-നും 4-നും ഇടയ്ക്ക് നല്ല രീതിയിൽ ആ പാനലിൽ സൺലൈറ്റ് വീണാൽ മാത്രമേ അതിൽ നിന്ന് പ്രയോജനം കിട്ടുള്ളൂ. ഇതും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മയാണ്. ഏഴാമത്തെ സംഗതി, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കും അതിൻ്റെ ഇൻവെർട്ടർ ഓഫായി പോകുന്നു. അതിന് മറ്റൊരു കാരണം ചിലത് ഉച്ച സമയത്തായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഈ
സോളാർ ഇൻവെർട്ടറിൻ്റെ MPPTക്ക് ഒരു വോൾട്ടേജ് കൊടുക്കാനുണ്ട്. ആ വോൾട്ടേജിനേക്കാൾ കൂടുതൽ പാനൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ച സമയങ്ങളിൽ ഇത് ഓഫ് ആയി പോകാറുണ്ട്. ഇതിന് ചെയ്യാൻ കഴിയുന്ന മാർഗം ഇൻവെർട്ടറിൻ്റെ അതിലെ VOC അതുപോലെ പാനൽ VOC ആയിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. 8ാമത് കംപ്ലൈൻറ്റ്, പൊതുവെ പറയുന്ന കംപ്ലൈൻറ്റ്, നിലവിലുള്ള ഇൻവെർട്ടറിൽ ലിഥിയം ബാറ്ററി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? സാധാരണ ബാറ്ററിയുടെ ചാർജറും ലിഥിയം ബാറ്ററിയുടെ ചാർജറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ലിഥിയം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുവാണെങ്കിൽ അതിലെ വോൾട്ടേജ്, കറണ്ട്, അതിലെ ലോഡ്, ഡിസ്ചാർജിങ് ആംബിയർ, ചാർജിങ് ആംബിയർ ഇവയെല്ലാം അതനുസരിച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ ലിഥിയം ബാറ്ററി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ പൊതുവെ ആളുകൾ സോളാർ വെച്ചിട്ട് 8ൻ്റെ പണി കിട്ടിയെന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന സോളാർ എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു ഉപകരണമായിട്ടാണ് പൊതുവെ ആളുകൾ വീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന 8 കംപ്ലൈൻറ്റുകൾ എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കണ്ടത്. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സോളാർ എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് അധികം ഇല്ലാത്തൊരു ഉപകരണമാണ്. സോളാറിന് വേണ്ടത് മെയിൻ്റനൻസ് അല്ല, ഒരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ആണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം സോളാർ കംപ്ലൈൻ്റ് ഇല്ലാതെ തുടരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, എങ്ങനെ എനർജി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാമെന്നുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ എനർജിയോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സോളാറിനോട് ബന്ധപ്പെട്ടോ പുതിയ വീഡിയോകൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.